ഗൈസ് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടിട്ട് കയ്പ് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ മുമ്പ് വന്നത്. ആദ്യം നമുക്ക് വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഞാനിന്ന് പുറത്തു പോയിട്ട് ബിരിയാണി വാങ്ങി. 70 രൂപ. നല്ല ലെഗ് പീസ് ഉണ്ട്. ബിരിയാണി എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയട്ടെ. നിങ്ങൾക്ക് വേണോ? തരൂല. തരൂല, നിങ്ങൾക്ക് തരൂല, നിങ്ങൾക്ക് വേണ തരൂല. പോടി അവിടുന്ന്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ കുട്ടിനെ കണ്ടപ്പോ എന്തോ അതെന്തോ അമ്മ വിചാരിച്ചു അമ്മ കളിയാക്കാതെക്കൂല, അമ്മ അങ്ങനെ നിൽക്കൂലേ, എന്തോ അസുഖമുള്ള കുട്ടിയാണ്, പാവാണ്, അമ്മ കളിയാക്കണ്ടേ, അമ്മക്ക് ഉദയമായിരൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. പിന്നെയാണ് മനസ്സിലായത് തരൂല തരൂല. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് അസുഖമല്ല, ഇത് മറ്റേ ക്യൂട്ട്നെസ് തൂറി എറിയണാന്ന്. നല്ല ബിരിയാണിയാ. ഹായ്, നല്ല മണം. എന്തായിട്ട് മണക്കണ്? ബിരിയാണി മണത്ത് നോക്കുക. പിന്നെ സാധാരണ ബിരിയാണിക്ക് മണം ഉണ്ടാവൂലേ? അന്റെ പെരയില് വെറുംചോറാവുമ്പോ അയൽവാസിന്റെ പെരയില് ബിരിയാണി ആവുമ്പോ നമ്മളെ പെരയ്ക്ക് മണക്കൂലേ? ബിരിയാണിക്ക് പിന്നെ ഇതെന്ത് സ്പ്രേ ആണ് അല്ലെങ്കിൽ അത്രയാണ് അങ്ങനെ മണത്ത് നോക്കാന്? നല്ല മണം. ഞാൻ കഴിച്ചിട്ട് വരാം. കൊതി കൂടാനല്ലേ. കൊതി കൂടാനല്ലേ. ഇത് എന്താ പറയടാ, ഒന്നും വിചാരിക്കരുത്, ഞാൻ ഓവറാക്കാണ്, ഒന്നും വിചാരിക്കരുത്. കാരണം എന്താ പറയാ, ഇത് ഒറ്റക്ക് കാണുമ്പോ നമുക്ക് ഫ്രസ്ട്രേഷൻ കയറും. അപ്പൊ ചിലവര് ഫ്രസ്ട്രേഷൻ കയറുമ്പോ എന്തെങ്കിലും ചെയ്യും. ഇനി എന്റെ വീഡിയോ കാണുന്ന ഫ്രസ്ട്രേഷൻ കയറുന്നെങ്കിൽ എന്തെങ്കിലും പോയി ചെയ്യാം, പെര കത്തിക്കേ തൂങ്ങ എന്തെങ്കിലും ചെയ്യാം. ഞമ്മ നേരെ വീഡിയോ എടുത്തിടുക, അത്ര തന്നെ. ഇനി ഒരു ചെക്കനെ കെട്ടുമ്പോ ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കിയാണ്. ഹായ്, ഇതാണ് എന്റെ ചെക്കന് 100 രൂപയാണ്. ചെക്കന് നല്ല ലെഗ് പീസ് പോലത്തെ സാധനമുണ്ട്. ചെക്കന് മണം, ഹായ് നല്ല മണമുണ്ട്. ചെക്കൻ ജാമ്പക്ക് പോലത്തെ മൂക്കാണ് ചെക്കന്. എന്റെ ചെക്കനെ എങ്ങക്ക് വേണോ? തരൂല, നിങ്ങൾ കൊതി കൂടാനാണ്, തരൂല.